അറിയാമോ? ഞാനോ ബേബി മോള് പെരിന്തൽമണ്ണ റോഡ് മലപ്പുറം. അൽഹംദുലില്ലാഹ്. പിന്നെ എന്തോ ഒരു മക്കളെ പൊന്നെ മാറിക്ക് പൊന്നെ 2 ടീഷർട്ട് ഇപ്പൊ 2 പേർക്കായിരിക്കും. മസ്റൂമോൾക്കാണ് പാന്റ്. ഒരാൾക്ക് പാന്റ്, ഒരാൾക്ക് 3/4. അത് കുട്ടിക്കായിരിക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നല്ലൊരു സന്തോഷമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മളെ മഷൂറ ഫാമിലി ഉണ്ട്. അവർക്ക് ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുണ്ട്. 3 കുട്ടികളും ഉണ്ട്. നല്ല വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ മക്കളെ പോറ്റുന്നത് കേട്ടോ. നല്ല കഷ്ടപ്പെട്ട് രാവിലെ റബ്ബറിൻ്റെ പാല് ഊറ്റിയിട്ടും അങ്ങനെയൊക്കെ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് അവർ മക്കളെ പോറ്റുന്നത്. അപ്പോൾ അവരൊരു വീഡിയോസ് കണ്ടു നോക്കി. അവർക്ക് ഗിഫ്റ്റ് കിട്ടിയവരുണ്ട് സാധനങ്ങൾ, മക്കളൊരു സന്തോഷം കാര്യങ്ങളും കേട്ടോ ഈ ഒരു വീഡിയോസിൽ കാണിക്കുന്നത്. ഭയങ്കര സന്തോഷം, മക്കൾക്ക് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കി അവരെ മക്കളെ സന്തോഷം കാണുന്നുണ്ടെങ്കിൽ. അസ്സലാമു അലൈക്കും. നമുക്ക് DTDC ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ആദ്യമായിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് എൻ്റെ മക്കൾക്ക് ഒരു ഇത്ത അയച്ചതാണ്. ഞാൻ എന്തൊക്കെയാണ് പൊട്ടിച്ച്, പക്ഷെ അതെന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. കാരണം പിച്ചാത്തി വെച്ചാണ് പൊട്ടിച്ചത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് മിഠായിയാണ്, ചോക്ലേറ്റ്, പിന്നെ ബ്ലാക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റാണ്, ഒരു പെട്ടി. പിന്നെ മക്കൾ അങ്ങോട്ടിരിക്കും ബേക്കിലോട്ട്. ഇത് 2 കവർ ബിസ്ക്കറ്റാണ്. അൽഹംദുലില്ലാഹ്. ഇതാ കിൻഡർ ജോയ് ഉണ്ട് മക്കൾക്ക്. ബിസ്ക്കറ്റ് കിൻഡർ ജോയ് 2. പിന്നെ ഈത്തപ്പഴം ഉണ്ട്. അൽഹംദുലില്ലാഹ്. പിന്നെ ഹോർലിക്സ് ഉണ്ട്. പിന്നെ ഇതൊരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണ് കിട്ടുന്ന പോലെ. പിന്നെ ഇതും ഒരു ബിസ്ക്കറ്റ് ആണ്. 3 കിൻഡർ ജോയ്, അതായത് 3 മക്കൾക്ക് 3 കിൻഡർ ജോയ് ഉണ്ട്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ആലപ്പുഴയിൽ നമുക്ക് വീണ്ടും അവരെക്കൂടെ പിടിച്ചാൽ കിട്ടുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ആദ്യം നമുക്ക് ഈ സാധനോട് വന്നത്. പിന്നെയാണ് മറ്റേത് DTDC വഴിയാണ് ഇന്നലത്തത് വന്നത്. ഇന്ന് വന്നത് ആലപ്പുഴയിൽ നിന്നാണ് വന്നത്. പിന്നെ ഈ തമരൊക്കെ എന്നെ പരിചയമുള്ള ഇതാണ്. ഏകദേശമൊക്കെ സെയിം പ്രായക്കാർ തന്നെ നമ്മള്. പിന്നെ അൽഹംദുലില്ലാഹ് അവര് നമ്മൾ ഇവിടം വരെ എത്തി. പിന്നെ പെട്ടി പൊട്ടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഞാൻ പൊട്ടിച്ച് വെച്ച്, കാരണം സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇത് എന്റെ മസ്റൂം മോൾക്കാണ്. നിക്കണേ മിച്ചുമോനെ, അങ്ങനെ മിണ്ടായിരിക്കണേ. കൊള്ളാമോ? കണ്ടതാ? ഇഷ്ടപ്പെട്ട മസ്റൂറേ? ക്യാമറാമാൻ നമ്മുടെ മസ്റൂറാണ് കേട്ടാ. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. മസ്റൂം മോൾക്ക്. പിന്നെ ഇത് ഒരു പാവാട മസ്റൂറ മോൾക്ക്. കറക്റ്റ് പാകം. അൽഹംദുലില്ലാഹ്. പിന്നെ ഇത് ഒരു പലാസ പാന്റ് കിടക്കുന്നത്, വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഇത് ഒരു ടോപ്പാണ്, റൂമിൽ ഇരിപ്പുണ്ട്. അൽഹംദുലില്ലാഹ്. ഇവിടം വരെ എത്തി. ഇത് അള്ളാന്റെ ബർക്കത്തും കാരുണ്യവും കൊണ്ട് ഇവിടം വരെ എത്തി. അപ്പൊ കീറിയ ഡ്രസ്സുകളൊക്കെ ഇനി കളയാം. ഇനിയെല്ലാം പുതിയ ഡ്രസ്സുകളൊക്കെ ഇൻഷാ അല്ലാഹ് ഇടാം. നമ്മുടെ കഷ്ടപ്പാടിലൊക്കെ ഒരു ദിവസം ഒരു ഇത് വരും. പിന്നെ എന്റെ മക്കൾക്ക് ഫോണ് കൊണ്ടുവരുന്നത്. എന്റെ മക്കൾക്ക് കണ്ട അത് ഓണാവില്ല. അപ്പം എന്റെ മക്കൾക്ക് ഉമ്മായും ഉപ്പായും ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണോ എന്നെ സോഷ്യൽ മീഡിയയിൽ കാണാൻ ശ്രമിച്ചത്, അതുപോലെ തന്നെ ഇനി ഇൻഷാ അല്ലാഹ് മുന്നോട്ടും നിൽക്കും എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്റെ മുൻ വീഡിയോസ് നോക്കാം. അതിനകത്ത് എത്രയോ സമാധാനവും സന്തോഷത്തോടു കൂടിയാണ്. പിന്നെ എന്റെ ഇക്ക മരണപ്പെട്ടിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അദ്ദേഹം നമ്മളിൽ നിന്ന് പോയിട്ട് 3 വർഷമായി, 3.25 വർഷമായി. അന്ന് തുടങ്ങിയ പ്രാരാബ്ദം. 1 വയസ്സിൽ പൊന്നോനെ ഇട്ടിട്ട് പോയതാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് മക്കളെ നല്ല പൊന്നു പോലെ നോക്കുന്ന ഒരാളാണ് മഷൂറ അല്ല സ്ത്രീ കേട്ടോ. അപ്പോൾ അവർക്ക് ഉംറക്ക് പോണതിൻ്റെ മുമ്പ് ഒരു സ്ത്രീ അയച്ചു കൊടുത്ത ഗിഫ്റ്റ് ആ കുട്ടികൾക്ക് ബിസ്ക്കറ്റും കാര്യങ്ങളും കിട്ടിയപ്പോഴും ഡ്രസ്സ് കിട്ടിയപ്പോഴും ആ മക്കളുടെ സന്തോഷമാണ് കേട്ടോ ഞാനിതിൽ പറയുന്നത്. അപ്പോൾ ഇനി ഇവരെ പോലത്തെ ആൾക്കാരല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്, ഇവരല്ലേ നമ്മൾ സഹായിക്കേണ്ടത്. വേറെയുള്ള ആൾക്കാരെ നമ്മൾ എന്താ പറയുക കുറേ ജാടിയും കാര്യങ്ങളൊക്കെ കാണിച്ച് നടക്കുന്ന ആൾക്കാരെ നമ്മൾ സഹായിച്ചിട്ടും സപ്പോർട്ട് ചെയ്തിട്ടും കാര്യമില്ല. ഇങ്ങനത്തെ ആൾക്കാരെ ഭർത്താവില്ലാതെ അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ഒരുപാട് എന്താ പറയുക സഹായിക്കും ചെയ്യേണ്ടത് ഇങ്ങനത്തെ ആൾക്കാരെ. ഏതായാലും ആ സ്ത്രീക്കും ആ ഗിഫ്റ്റ് അയച്ചു കൊടുത്ത വ്യക്തികൾക്ക് ഒരുപാട് എന്താ പറയുക നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട്